എവരിഡേ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾക്കാം. ടുഡേ വി ക്യാൻ ഹിയർ ഗോഡ്സ് വോയിസ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹെബ്രായർ 12-13 വാക്യങ്ങൾ. ആകയാൽ തളർന്ന കൈകളും ബലഹീനമായ കാൽമുട്ടുകളും നിവർത്തുവീൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ സൗഖ്യമാകേണ്ടതിന് നിങ്ങളുടെ പാതകൾക്ക് പാത നിരത്തുവീൻ. ഹല്ലേലൂയ. ആകയാൽ തളർന്ന കൈകളും ബലഹീനമായ കാൽമുട്ടുകളും നിവർത്തുവീൻ. തളർന്ന കൈകൾ. നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനിച്ചിട്ട് വളരെ ക്ഷീണിച്ചും ബുദ്ധിമുട്ടിയും ഒത്തിരി പ്രയാസപ്പെട്ടുമാണോ ഇരിക്കുന്നത്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. ആകയാൽ തളർന്ന കൈകളും ബലഹീനമായ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബലഹീനതയുള്ളതാ മനുഷ്യൻ. നമ്മുടെ ജീവിതത്തിലൊക്കെ ബലഹീനതകളില്ലാത്ത ആരും ഈ ലോകത്തിലില്ല. ബലഹീനതകളെ മാറ്റി നുവർന്ന് നിൽക്കുവാൻ, നമ്മുടെ കാൽമുട്ടുകളെ നുവർന്ന് നിൽക്കുവാൻ നമ്മുടെ കാൽമുട്ടുകളെ ദൈവം കൃപ നൽകും. ഒത്തിരി വിഷയങ്ങളുടെ മേൽ ഒത്തിരി പ്രശ്നങ്ങളാൽ തകർന്നും ക്ഷീണിച്ചും നമ്മുടെ കൈയുടെ പ്രവൃത്തി അനുഗ്രഹിക്കപ്പെടാതെ കൈകൾ തളർന്നിരിക്കുന്നത് പോലെ ആയിരുന്നാൽ നമുക്ക് ഈ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നുവർന്ന് നിൽക്കുവാൻ കാൽമുട്ടുകൾക്ക് ബലമില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങുവാൻ, നടക്കുവാൻ, ആത്മീയമായിട്ടും അനുഗ്രഹത്താലും മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് കഴിയത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ക്ഷീണിച്ചു പോയിരിക്കുക. ആകയാൽ തളർന്നിരിക്കുക, കൈകൾ തളർന്നിരിക്കുക. ഒത്തിരി അധ്വാനിച്ചിട്ടും, പത്രോസ് പറയുന്ന പോലെ രാവും പകലും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്നവർ കാണും. ഒത്തിരി ബലഹീനതയുള്ള, പ്രശ്നങ്ങളുള്ള ജീവിതത്തിൽ ഒന്ന് കുതിച്ചുയരുവാൻ, അനുഗ്രഹത്തിലേക്ക് കയറുവാൻ, നന്മയിലേക്ക് കയറി വരുവാൻ പറ്റാതെ വണ്ണം എവിടെങ്കിലും ഒതുങ്ങിക്കൂടി ആയിരിക്കുന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ സ്തോത്രം ബലഹീനതയെ മാറ്റി നിങ്ങളുടെ കാൽമുട്ടുകളെ ബലപ്പെടുത്തി നിവർന്ന് നിൽക്കുമാറാക്കി നടക്കുമാറാക്കി ബലത്തോടെ നടന്ന് അനുഗ്രഹത്തോടെ നടക്കുവാൻ, അനുഗ്രഹത്തോടെ അനുഗ്രഹങ്ങൾ കയ്യിലേക്ക് ഏറ്റുവാങ്ങുവാൻ, ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപ ദൈവം നൽകും. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, ലോകത്തിൽ കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ ലോകത്തിൻ്റെ വകയാകാതെ ദൈവത്തിൻ്റെ വകയായിരിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കരം നമ്മുടെ തളർന്നിരിക്കുന്ന കരത്തെ ബലപ്പെടുത്തും. ബലഹീനമായിരിക്കുന്ന എല്ലാ അവസ്ഥകളിൽ നിന്നും ദൈവം നമ്മളെ ബലം തന്ന് ശക്തി തന്ന് നടത്തുമാറാകും. ഹല്ലേലൂയ. നമ്മൾ എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒതുക്കിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ നമ്മളെ എഴുന്നേൽപ്പിച്ച് ബലപ്പെടുത്തുന്ന ശക്തീകരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. ആ ദൈവം നമുക്ക് വേണ്ടി ഉത്തരം നൽകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നീ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസത്തിലും വിഷമത്തിലും ഒതുങ്ങിയും എല്ലാം ഇരിക്കുന്ന, ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങളെ, കുടുംബങ്ങളെ എല്ലാം ദൈവം സ്പർശിക്കുന്നതിനായി സ്തോത്രം, സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം, വിടുതൽ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എഴുന്നേറ്റ് അനുഗ്രഹത്തിൽ നടക്കുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ നൈസ് ഡേ.